ഹലോ, ലേൺ എക്കണോമിയ മലയാളത്തിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ്സ് അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ്. ഇപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ രണ്ട് കോൺസെപ്റ്റ്സും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം ഇത് രണ്ടിന്റെയും കോസസ് എന്താണെന്നും ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ എക്സാമ്പിൾസ് എന്താണെന്നും നമ്മൾ നോക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കണം. After that, we will be looking on to the ways to avoid these. Later on, നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അഡ്വേഴ്സ് സെലക്ഷൻ ആയാലും മോറൽ ഹസാർഡ് ആയാലും ഇവര് രണ്ടുപേരും നമ്മുടെ ഇക്കോണമിയിലെ ഇഷ്യൂസ് ആണ്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ അഡ്വേഴ്സ് സെലക്ഷൻ മോറൽ ഹസാർഡ്. അപ്പൊ ഈ അഡ്വേഴ്സ് സെലക്ഷൻ മോറൽ ഹസാർഡ് വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ വരാനുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻസിയാണ്. മെയിൻ ആയിട്ടും ഈ അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും നമ്മൾ കണ്ടുവരുന്നത് ഇൻഷുറൻസ് മാർക്കറ്റില്, ഫൈനാൻഷ്യൽ മാർക്കറ്റില് ഒക്കെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണണം. സോ ലെറ്റ് സീ ദാറ്റ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് അഡ്വേഴ്സ് സെലക്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സോ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ ഇക്കോണമി. എന്തുകൊണ്ടാണ് ഇത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സംതിങ് ഇംപെർഫെക്റ്റ്. നമ്മുടെ ഇക്കോണമിയിലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ അല്ല നമുക്കുള്ളത്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് നമുക്കുള്ളത്. അപ്പോൾ മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതേപോലെയുള്ള ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് സ്ട്രക്ചറിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അസിമെട്രിക് ഇൻഫോർമേഷൻ. അപ്പൊ എന്താണ് ഈ അസിമെട്രിക് ഇൻഫോർമേഷൻ? ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കുക. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരാള് ബയറും മറ്റേ ആള് സെല്ലർ. അപ്പോ ഈ ബയറും സെല്ലറും ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യുന്ന കമോഡിറ്റിനെ പറ്റിയിട്ടോ ആ സർവീസിനെ പറ്റിയിട്ടോ ബയറിനും കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടാകും, സെല്ലറിനും കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടാകും. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബയറിന് ഉള്ള ഇൻഫോർമേഷന്റെ അതേ അളവിലായിരിക്കത്തില്ല സെല്ലറിനുള്ള ഇൻഫോർമേഷൻ. ചില സമയത്ത് സെല്ലറിനായിരിക്കും കമോഡിറ്റിയെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ളത്, ചില സമയത്ത് ബയറിനായിരിക്കും കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇംബാലൻസിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ അസിമെട്രി എന്ന് പറയുന്നത്. ഈ ഒരു ഇംബാലൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് ബയർ ആൻഡ് സെല്ലർ, ഇതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ അസിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ അസിമെട്രി വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് തന്നെ നമ്മുടെ മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആവുകയാണ്. കാരണം ഇൻഫോർമേഷൻ കൂടുതലുള്ള ആളിന് ഗെയിനും ഇൻഫോർമേഷൻ കുറവുള്ള ആളിന് ഫെയിലിയറും അല്ലെങ്കിൽ ലോസുമാണ് സംഭവിക്കുന്നത്. അപ്പോ മാർക്കറ്റിൽ തന്നെ ഒരു ഫെയിലിയർ സിറ്റുവേഷൻ വരുന്നു. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റിൽ വരുന്ന പ്രൈസ്, കമോഡിറ്റിയുടെ പ്രൈസ് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കത്തില്ല, അതൊരു ഫോൾസ് പ്രൈസ് ആയിരിക്കും. അങ്ങനെയാണ് മാർക്കറ്റ് ഫെയിലിയർ അവിടെ വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ അഡ്വേഴ്സ് സെലക്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അഡ്വേഴ്സ് സെലക്ഷൻ മനസ്സിലാക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഒരു ട്രാൻസാക്ഷന് മുന്നേ നടക്കുന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ട്രാൻസാക്ഷന് മുന്നേ ബയറിന് കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും, സെല്ലറിന് കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ഈ രണ്ട് ഇൻഫോർമേഷനും സെയിം അല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഡ്വേഴ്സ് സെലക്ഷനെ നമുക്ക് ഹിഡൻ ഇൻഫോർമേഷൻ പ്രോബ്ലം എന്ന് വിളിക്കാം. ഹിഡൻ ഇൻഫോർമേഷൻ പ്രോബ്ലം. എന്തുകൊണ്ടാണ് അതിനെ ഹിഡൻ ഇൻഫോർമേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്? ഒരാൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ട്, മറ്റേ ആൾക്ക് കുറച്ച് ഇൻഫോർമേഷനേ ഉള്ളൂ. അപ്പൊ ഈ കുറച്ച് ഇൻഫോർമേഷൻ ഉള്ള ആള് അയാൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ള ആള് അയാൾക്ക് അറിയാവുന്ന എക്സ്ട്രാ ഡീറ്റെയിൽസ് ഈ കുറച്ച് ഇൻഫോർമേഷൻ ഉള്ള ആളിനോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ള ആൾ ഗെയിൻ
വരാൻ വേണ്ടിയിട്ട് എല്ലാ പോസിബിലിറ്റിയും യൂസ് ചെയ്യും. അത് കാരണം കുറച്ച് ഇൻഫോർമേഷൻ ഉള്ള ആളിന് ലോസും ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഡ്വേഴ്സ് സെലക്ഷന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഹിഡൻ ഇൻഫോർമേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. അപ്പൊ അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു റോങ് സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് സെലക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഇക്കോണമിയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് അഡ്വേഴ്സ് സെലക്ഷൻ വരുന്നത്, അതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻഫോർമേഷൻ അസിമെട്രി, ഇംബാലൻസ്. ഇൻഫോർമേഷൻ ഇംബാലൻസ് ആണ് ഏറ്റവും വലിയൊരു കോസ് ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ ഇൻഷുറൻസ് മാർക്കറ്റ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഹൈ റിസ്ക് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല. കാരണം എന്താണ്, എല്ലായ്പ്പോഴും ഹൈ റിസ്ക് കാറ്റഗറി പെടുന്ന ആൾക്കാർ മാത്രമായിരിക്കണം എന്നില്ല ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ ഇത് ആരൊക്കെയാണ് ഹൈ റിസ്ക് കാറ്റഗറി പെടുന്ന ആൾക്കാർ, ആരൊക്കെയാണ് ലോ റിസ്ക് കാറ്റഗറി പെടുന്ന ആൾക്കാർ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ കമ്പനി ലോസിലോട്ട് പോകാനുള്ള ഒരുപാട് ചാൻസസ് അവിടെ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനാണ് നമ്മൾ എക്സാമ്പിൾ ഓഫ് അഡ്വേഴ്സ് സെലക്ഷൻ നോക്കുന്നത്. അപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിന്റെ കേസ് എടുക്കാം. ജസ്റ്റ് അസ്യൂം ദാറ്റ് ഒരു സ്മോക്കർ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. എ പേഴ്സൺ ഹു സ്മോക്സ്. അപ്പൊ ഈ സ്മോക്കർ, പുക വലിക്കുന്ന ആള്, ഇയാള് വിചാരിക്കുകയാണ് ഇയാള് പോയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ആയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഹി തിങ്സ് ദാറ്റ് ഹി വിൽ ബി ഗോയിങ് ടു ദ ഇൻഷുറൻസ് മാർക്കറ്റ് ആൻഡ് ടേക്സ് ആൻ ഇൻഷുറൻസ്. അപ്പോ ഇയാൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ഇയാൾ ഒരു സ്മോക്കർ ആണ് എന്ന് കമ്പനിയോട് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഒരു ഹൈ പ്രീമിയം അവിടെ അടയ്ക്കേണ്ടി വരും എന്നുള്ളതിനെ പറ്റിയിട്ട് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോകുമ്പോൾ കമ്പനി ചോദിക്കുകയാണ് നിങ്ങൾ സ്മോക്കർ ആണോ. അപ്പോ ഒരു കാരണവശാലും ഇദ്ദേഹം പറയില്ല ഞാൻ സ്മോക്കർ ആണെന്ന്. ഇൻസ്റ്റെഡ് ഹി വിൽ സേ നോ, ഞാൻ സ്മോക്കർ അല്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ. അതായത് ഈ സ്മോക്കർ അദ്ദേഹത്തിന്റെ ആക്ച്വൽ ബിഹേവിയർ അവിടെ റിവീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അറിയില്ല ഇദ്ദേഹം യഥാർത്ഥത്തിൽ സ്മോക്കർ ആണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് കൊടുത്താൽ എത്രമാത്രം റിസ്ക് അവിടെ വരുന്നുണ്ടെന്ന് കമ്പനിക്ക് അവിടെ അസസ്മെന്റ് നടത്താനും പറ്റുന്നില്ല. ആൻഡ് ഫോർ ദ സെയിം റീസൺ ഇദ്ദേഹത്തിന് കമ്പനി ഇൻഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കമ്പനി കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കമ്പനി അവിടെ ഒരു എക്സ്ട്രാ റിസ്ക് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെലക്ഷൻ, ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് കൊടുക്കാൻ എടുത്ത തീരുമാനം തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയെ ലോസിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു അഡ്വേഴ്സ് സെലക്ഷൻ ആണ്. സോ കമ്പനി ഇയാളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനി എടുത്ത ഒരു റോങ് ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു റോങ് സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് സെലക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ അഡ്വേഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ റോങ് സെലക്ഷൻ അല്ലെങ്കിൽ ബാഡ് സെലക്ഷൻ വരാനുള്ള മെയിൻ കാര്യം എന്താണ്? ഇൻഫോർമേഷൻ അസിമെട്രി. കാരണം ഇദ്ദേഹം സ്മോക്കർ ആണെന്ന് ഇദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹം അത് കമ്പനിയോട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരാണ് ഈ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, സ്മോക്കറും കമ്പനിയും. ഇതിൽ സ്മോക്കറെ പറ്റി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഹിസ് നോട്ട് റിവീലിംഗ് ദാറ്റ് ടു ദ കമ്പനി. അൺഫോർച്ചുനേറ്റ്ലി കമ്പനിക്ക് അറിയത്തില്ല ഇദ്ദേഹം സ്മോക്കർ ആണെന്ന്. ആൻഡ് ഫോർ ദ സെയിം റീസൺ കമ്പനിക്ക് ലോസ് വരാനുള്ള എല്ലാ ചാൻസും ഇവിടെ വരുന്നുണ്ട്. സോ ഇതാണ് അഡ്വേഴ്സ് സെലക്ഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അഡ്വേഴ്സ് സെലക്ഷൻ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. അപ്പൊ അഡ്വേഴ്സ് സെലക്ഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിത്ത് ദാറ്റ് ലെറ്റ്സ് കൺസിഡർ കോൺസിക്വൻസസ് ഓഫ് അഡ്വേഴ്സ് സെലക്ഷൻ. അഡ്വേഴ്സ് സെലക്ഷൻ വന്നാൽ എന്തൊക്കെയാണ് അവിടെ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇൻഷുറൻസ് മാർക്കറ്റ് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. മെയിൻ ആയിട്ട് ഇപ്പൊ ഇൻഷുറൻസ് മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രീമിയംസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കമ്പനി നോക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും
ട്രൂ ഇൻഫോർമേഷൻ റിവീൽ ചെയ്യാതെ ഇൻഷുറൻസ് എടുക്കുന്നത് കാരണം കമ്പനിക്ക് നല്ല രീതിയിൽ ലോസ് വരുന്നുണ്ട്. അപ്പോൾ കമ്പനി ഗ്രാജുവലി ലോസ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആർക്കൊക്കെ ഇൻഷുറൻസ് കൊടുക്കുന്നു അവർക്കൊക്കെ നല്ല ഒരു ഹൈ പ്രീമിയം ചാർജ് ചെയ്തിട്ട് ഇൻഷുറൻസ് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് പേഴ്സൺ ഹു ഇസ് ടേക്കിംഗ് ഇൻഷുറൻസ്, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു ഹൈ പ്രൈസ് ഫീൽ ചെയ്യുകയും പതിയെ സാവധാനം അവർ മാർക്കറ്റിൽ നിന്ന്, ഇൻഷുറൻസ് മാർക്കറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനും ശ്രമിക്കും. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് മിക്കവാറും ഉള്ളവർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിചാരിക്കും, ഓക്കെ എനിക്കിപ്പോ തൽക്കാലം പ്രശ്നമൊന്നുമില്ല, പക്ഷെ നാളെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, സോ ഒരു ഇൻഷുറൻസ് എടുത്തേക്കാം. അങ്ങനെ വിചാരിച്ച് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർ അവരിപ്പം വിചാരിക്കുന്നത് ഓക്കെ ഇൻഷുറൻസ് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പോയി ഇൻഷുറൻസ് എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോഫിറ്റബിൾ തിങ് ഫോർ മീ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇൻഷുറൻസ് മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ അവിടെയും കമ്പനിക്കാണ് ലോസ് വരുന്നത്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാർക്കറ്റിൽ ഇല്ല. ഓക്കെ, വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി റിഡക്ഷൻ ആണ്. അതായത് ഹൈ ക്വാളിറ്റി ഇൻഷുറൻസ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തിരുന്ന ആൾക്കാര് ഇപ്പോ അത് ചെയ്യാണ്ടിരിക്കും. കാരണം അവർ നോക്കുമ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അവർ ആൾക്കാർക്ക് കൊടുക്കുന്നത്, മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ വന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവരവരുടെ ട്രൂ ക്യാരക്ടർ റിവീൽ ചെയ്യാണ്ട് വന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രോഫിറ്റ് ആണ്. കാരണം അവർക്ക് പ്രീമിയം കുറവാണ്, അവർക്ക് ഹൈ ക്വാളിറ്റി ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദീസ് പീപ്പിൾ ആർ നോട്ട് ടെല്ലിംഗ് ദ ട്രൂ ഡീറ്റെയിൽസ്. അപ്പൊ അത് കാരണം വലിയൊരു നഷ്ടത്തിലാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാവുകയും അങ്ങനെ വരുമ്പോൾ കമ്പനി എന്ത് വിചാരിക്കും, ഓക്കെ നമുക്ക് ഇനി ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കേണ്ട, ഒരു ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ലോ പ്രൈസിൽ കൊടുക്കാം. ആൾക്കാരെ നമ്മളടുത്ത് ഇങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മുടെ കമ്പനി അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുകയും അത് അങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് മാർക്കറ്റിനെ വളരെ ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്താലാണ് ഈ അഡ്വേഴ്സ് സെലക്ഷനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നത്? അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് കമ്പനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആൾക്കാരുടെ റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഒരു സ്മോക്കർ പോയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കമ്പനി ഈസ് നോട്ട് നോയിങ് വെദർ ദിസ് പേഴ്സൺ ഇസ് എ സ്മോക്കർ ഓർ നോട്ട്. അത് അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പാസ്റ്റ് പ്രോഗ്രസ് കമ്പനി എടുത്ത് നോക്കുക, പാസ്റ്റ് ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ കമ്പനിക്ക് മനസ്സിലാവും എത്ര പേർക്കാണ് ഇൻഷുറൻസ് കൊടുത്തതെന്നും അതിൽ എത്ര പേരാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് എന്നും. അപ്പോൾ എത്ര പേർക്ക് ഇൻഷുറൻസ് കൊടുത്തു, അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു, അവരിൽ എത്ര പേര് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു, ഇൻഷുറൻസ് മണി ക്ലെയിം ചെയ്തു എന്നും കമ്പനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ഫോർ പ്രൊജക്ഷൻസ്. ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് കമ്പനിക്ക് നടത്താൻ പറ്റും. അതുവഴി കമ്പനിക്ക് കമ്പനിയുടെ റിസ്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് വഴി കമ്പനിയുടെ അഡ്വേഴ്സ് സെലക്ഷൻ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഡിഫറൻഷിയേറ്റഡ് പ്രൈസിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. അതായത് ഹൈ റിസ്ക് ഉള്ള ആൾക്കാർക്ക് ഹൈ പ്രീമിയവും ലോ റിസ്ക് ഉള്ള ആൾക്കാർക്ക് ലോ പ്രീമിയവും കമ്പനിക്ക് ചാർജ് ചെയ്യാം. പക്ഷെ ആദ്യം ഈ വരുന്ന ആൾക്കാർക്ക് ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് കമ്പനി മനസ്സിലാക്കണം. അതാണ് കമ്പനിയെ കൊണ്ട് ഇപ്പൊ പറ്റാത്തത്. അതെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആൾക്കാരടുത്ത് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസറിനെ ക്രോസ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ മറ്റു പല ക്വസ്റ്റ്യൻസും ചോദിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഈ കൺസേൺഡ് ആള് തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലും അല്ലെങ്കിൽ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്താലും ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യപ്പോൾ അത് അവിടെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുവഴി കമ്പനിക്ക് ആൾക്കാരുടെ റിസ്ക് ലെവൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രീമിയത്തിന്റെ എമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും അഡ്വേഴ്സ് സെലക്ഷനെ കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മുടെ കമ്പനിയെ അസിസ്റ്റ് ചെയ്യും. അടുത്തത്, ഇപ്പോ നമ്മൾ അഡ്വേഴ്സ് സെലക്ഷൻ എന്താണെന്ന് വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത നമുക്ക് മോറൽ ഹസാർഡിലേക്ക് കിടക്കാം. അപ്പൊ എന്താണ് ഈ മോറൽ ഹസാർഡ്?
മോറൽ ഹസാർഡ് മിക്കവാറും വരുന്നത് ആഫ്റ്റർ ട്രാൻസാക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഇൻഷുറൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പർച്ചേസ് നടത്തിയതിന് ശേഷമാണ് ഈ മോറൽ ഹസാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോറൽ ഹസാർഡിനെ നമുക്ക് ഹിഡൻ ആക്ഷൻ പ്രോബ്ലം എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ ഹിഡൻ ആക്ഷൻ പ്രോബ്ലം എന്ന് വിളിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഈ ഇൻഷുറൻസ് എടുത്ത ആള് വിചാരിക്കുകയാണ്, ഓക്കെ ഇനി ഞാൻ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനിൽ എൻഗേജ് ചെയ്താൽ കൂടിയും ആ റിസ്കിന്റെ കംപ്ലീറ്റ് ബേർഡൻ എനിക്ക് വരുന്നില്ല. അതിന്റെ ബേർഡൻ ആർക്കാണ് വരുന്നത്? കമ്പനിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ടെൻഡൻസിയിൽ വരുന്ന നമ്മുടെ ഇൻഷുറൻസ് എടുത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് തോന്നിയ പാടെ അവർ ബിഹേവ് ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ആക്ഷൻസ് ഒരു കാരണവശാലും കമ്പനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമ്പനി നഷ്ടത്തിൽ വരാനുള്ള എല്ലാ ചാൻസും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കോസസ് ഓഫ് മോറൽ ഹസാർഡ്? ഡെഫിനറ്റ്ലി ഈ ഇൻഷുറൻസ് കവറേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മോറൽ ഹസാർഡ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ആൾക്കാർ അവരുടെ ട്രൂ ക്യാരക്ടർ റിവീൽ ചെയ്യാത്തത് കൊണ്ടും ഈ ഇൻഷുറൻസ് കവറേജ് കമ്പനി ഉദ്ദേശിച്ച രീതിയിലല്ല പോകുന്നത്. രണ്ടാമത്തെ കാര്യം, അക്കൗണ്ടബിലിറ്റി ഇല്ല. ആർക്കാണ് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത്? ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർക്ക്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ കമ്പനി ആൾക്കാരോട് പറയുന്നുണ്ട്, യു ഹാവ് ടു അക്സെപ്റ്റ് ദിസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാരോട് പറയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആൾക്കാർ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് കമ്പനിക്ക് ഒരു മാർഗവും ഇല്ല. ഒരു മോണിറ്ററിങ് മെക്കാനിസം കമ്പനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഇൻഷുറൻസ് എടുത്തിട്ട് പോയിട്ട് അവര് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും പാലിക്കാതിരിക്കുന്നത് വഴി കമ്പനിക്ക് ഒരുപാട് നഷ്ടമുണ്ടാവാനുള്ള എല്ലാ ചാൻസും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിളോട് കൂടി മോറൽ ഹസാർഡിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. അപ്പൊ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഒരു ബൈക്ക് റൈഡറിന്റെ കേസാണ്. ഒരു ബൈക്ക് റൈഡർ. അപ്പൊ ഈ ബൈക്ക് റൈഡർ എന്ന് പറയുമ്പോൾ ഭയങ്കര റാഷ് ആയിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. റാഷ് റൈഡർ ആണ്. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് ഇൻഷുറൻസ് മാർക്കറ്റിൽ പോയി ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ആദ്യം ചോദിക്കുന്നു, നിങ്ങൾ റാഷ് ഡ്രൈവർ ആണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം റാഷ് ഡ്രൈവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം അവിടെ ചാർജ് ചെയ്യപ്പെടും. സോ ഹി ഈസ് സേയിങ് ദാറ്റ് ഐ ആം നോട്ട് എ റാഷ് ഡ്രൈവർ. അങ്ങനെ പറഞ്ഞിട്ട് ഇൻഷുറൻസ് എടുക്കുന്നു. അപ്പൊ ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാം എങ്ങാനും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒരു റിസ്ക് ആയിട്ട് എടുക്കേണ്ട ഒരു വലിയൊരു ആവശ്യം ഈ റൈഡറിന് ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. കാരണം ഫൈനാൻഷ്യൽ ലോസ് എല്ലാം തന്നെ കവർ ചെയ്യാൻ കമ്പനി ഉണ്ട്. കമ്പനി ബെയർ ചെയ്തോളും ആ ഒരു കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ, ഈ ഒരു റൈഡർ റാഷ് ഡ്രൈവിങ്ങിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസും വരുന്നുണ്ട്. അത് കാരണം അവിടെ ആക്സിഡൻസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ ആക്സിഡൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്ലെയിംസും കൂടാനുള്ള ചാൻസ് എല്ലാം വരുന്നു. അപ്പൊ ഇങ്ങനെ വന്നാൽ ആസ് ഫാർ ആസ് കമ്പനി ഈസ് കൺസേൺ, കമ്പനിക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ്. കമ്പനിയാണ് ലോസ് സഫർ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ മോറൽ ഹസാർഡിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നത്? അപ്പൊ ആൾക്കാര് റാഷ് ഡ്രൈവിംഗിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആൾക്കാര് നമ്മള് സ്മോക്കിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം കൂടുതൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നു. സോ ഫോർ ദ സെയിം റീസൺ ഒരുപാട് റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് ആൾക്കാർ പോവുകയും അത് കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്ലെയിംസിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പൊ പതിയെ പതിയെ ക്ലെയിംസിന്റെ എണ്ണം കൂടുമ്പോൾ കമ്പനി ലോസിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് പ്രീമിയം കൂട്ടാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരുന്നുണ്ട്. അപ്പൊ പതിയെ പതിയെ പ്രീമിയം കൂട്ടപ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റില് ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് അവിടെ കുറയും. പതിയെ പതിയെ ഇൻഷുറൻസ് മാർക്കറ്റ് തന്നെ ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെനാറിയോ കൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും. പതിയെ പതിയെ ഇൻഷുറൻസ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇക്കോണമി തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയിലോട്ട് പോകുന്നു. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇൻഷുറൻസ് മാർക്കറ്റ് അവര് ഓൾറെഡി പ്രൊജക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതായത് നമുക്ക് ഔട്ട് ഓഫ് ഇത്ര ഇൻഷുറൻസ് കൊടുത്തതിൽ ഇത്ര പേർക്കായിരിക്കും ക്ലെയിംസ് വരുന്നത്, ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്കായിരിക്കും ക്ലെയിംസ് വരുന്നത്. അപ്പോ
ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള കമ്പനി, ഇങ്ങനെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് കൂട്ടിയ ഈ കമ്പനിക്ക് അവസാനം റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഈ ആക്ച്വൽ നമ്പർ ഓഫ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ അവര് എടുത്ത പ്രൊജക്ഷനെക്കാട്ടും ഒരുപാട് കൂടുതലായിട്ട് വരുമ്പോൾ കമ്പനിക്ക് അത് ചിലപ്പോൾ സഫർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് കമ്പനിയുടെ ലോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടി വരുന്നത് കൊണ്ട് തന്നെ കമ്പനി മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥിതി അവിടെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മോറൽ ഹസാർഡിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി കമ്പനിക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് കുറെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരും. അതായത് ഡിഡക്റ്റബിൾസ്, കോ പേയ്മെന്റ്സ് എക്സെട്ര. അപ്പൊ ഈ കോ പേയ്മെന്റ്സ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കമ്പനിക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒരു രീതിയും ഇല്ല. കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി പറയുകയാണ് എങ്ങാനും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ 50% കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യാം. 50% കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യാം, ബാക്കി 50% കോസ്റ്റ് നിങ്ങൾ ബെയർ ചെയ്യണം എന്ന് കമ്പനി പറയുകയാണെങ്കിൽ പീപ്പിൾ വുഡ് ബി മോർ കോൺഷ്യസ്. കാരണം പീപ്പിൾ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ 50% എന്റെ കയ്യിൽ നിന്നാണ് ആവുന്നത്, അതുകൊണ്ട് ഐ നീഡ് ടു ബി വെരി കെയർഫുൾ. ഈ ഒരു രീതിയിൽ ആൾക്കാർ പോകും. ഓക്കെ, അടുത്തത് കമ്പനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വഴി ആൾക്കാരെ മോണിറ്റർ ചെയ്യാം, അവരുടെ ആക്ഷൻസ് ബിഹേവിയർ ഒക്കെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഈ മോണിറ്റർ ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണോ കമ്പനി പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിന്നും മാറി ബിഹേവ് ചെയ്യുന്നത് അവർക്കൊക്കെ കമ്പനിക്ക് ഒരു പെനാലിറ്റിയും ചാർജ് ചെയ്തിട്ട്, ആരൊക്കെയാണോ ഈ കമ്പനി പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്ത് അതേപോലെ ബിഹേവ് ചെയ്ത് പോകുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും ഇൻസെന്റീവ്സും കൊടുക്കും. അതേപോലെ തന്നെ ഈ കമ്പനിക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കോൺട്രാക്റ്റിൽ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയണം. കോൺട്രാക്ട് ടേംസ് എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ വിദ്യകളിലൂടെ നമ്മുടെ കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് മോറൽ ഹസാർഡ് ഇൻസ്റ്റൻസിനെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത്. രണ്ടും ഈ ഇൻഫോർമേഷൻ അസിമെട്രി കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ട്രാൻസാക്ഷൻ സ്റ്റേജിലാണ് വരുന്നത്. അഡ്വേഴ്സ് സെലക്ഷന്റെ കേസാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ട്രാൻസാക്ഷന് മുന്നേയും ട്രാൻസാക്ഷൻ നടക്കുന്നതിന് തന്നെ മുന്നേയും, മോറൽ ഹസാർഡ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് സംഭവിക്കുന്നത്. ഒന്ന് ഹിഡൻ ഇൻഫോർമേഷൻ, നമ്മുടെ അഡ്വേഴ്സ് സെലക്ഷന് ഹിഡൻ ഇൻഫോർമേഷൻ പ്രോബ്ലം എന്നും മോറൽ ഹസാർഡിന് ഹിഡൻ ആക്ഷൻ പ്രോബ്ലം എന്നും നമ്മൾ പറയുന്നു, അല്ലേ? അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഈ അഡ്വേഴ്സ് സെലക്ഷൻ ആണെങ്കിലും മോറൽ ഹസാർഡ് ആണെങ്കിലും ഇത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് വേണ്ടുന്ന പോളിസി മെഷേഴ്സ് നമുക്ക് ഇക്കോണമിയിൽ എടുക്കാൻ പറ്റും. അപ്പൊ അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും മാക്സിമം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പോളിസി മെഷേഴ്സ് നമുക്ക് എടുക്കുകയും നമ്മുടെ ഇൻഷുറൻസ് മാർക്കറ്റും ഫൈനാൻഷ്യൽ മാർക്കറ്റും ഒക്കെ നല്ല വൈബ്രന്റ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട്, ആക്റ്റീവായിട്ട്, എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും. അപ്പോൾ ഈ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നമുക്ക് ഫേംസ്, കമ്പനീസ് ഒക്കെ തന്നെ പല മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ ലോസ് കവറപ്പ് ചെയ്യാനും ഇനി ലോസ് കുറയ്ക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. സോ അതായിരുന്നു അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് ആസ് വെൽ ആസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് എന്നിവയെല്ലാം തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. സോ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.